ഞാൻ സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ ഒരു പ്രഭാഷണം കേട്ടു. അദ്ദേഹം റബീഉൽ അവ്വൽ മാസം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കും. നബിതങ്ങളുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? അങ്ങനെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാമോ എന്നതാണ് ഒരു സഹോദരൻ്റെ ചോദ്യം. നമ്മളിപ്പോൾ കേട്ടതാണ്. തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും നോമ്പ് പിടിക്കും, എന്നിട്ട് അതിന് ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യും. റബീഉൽ അവ്വൽ മാസം എന്താണ്? റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ ചെയ്യുമെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബീഉൽ അവ്വൽ മാസത്തിൽ തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും നോമ്പ് പിടിക്കുക, എന്നിട്ട് ഭക്ഷണം വിതരണം ചെയ്യുക എന്ന ഒരു പ്രോഗ്രാം ഏത് അടിസ്ഥാനത്തിലാണ് നമ്മളത് നിർവഹിക്കേണ്ടത്? റസൂലുള്ളാഹിയുടെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം എന്താണ്? തിങ്കളാഴ്ചയിലെ തന്റെ ജന്മദിനത്തിന്റെ അന്നത്തെ സംബന്ധിച്ച്, അതുപോലെ വ്യാഴാഴ്ചയെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തിങ്കളാഴ്ചയിൽ എന്നെ പ്രസവിക്കപ്പെട്ടു. തിങ്കളാഴ്ചയിലെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെ പ്രസവിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് റബീഉൽ അവ്വലിൽ ഉള്ള തിങ്കളാഴ്ച മാത്രമല്ല, അതുപോലെ വ്യാഴാഴ്ചയിൽ നോമ്പനുഷ്ഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് റബീഉൽ അവ്വലിൽ ഉള്ളത് മാത്രമല്ല. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്, റബീഉൽ അവ്വൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ബലിപെരുന്നാളിനേക്കാൾ പുണ്യമുള്ളതാണ്. അന്നത്തെ രാത്രി ലൈലത്തുൽ ഖദറിനെക്കാൾ പുണ്യമുള്ള രാത്രിയുമാണ്. അതിന്റെ വെളിച്ചത്തിലാണ് വലിയ അന്നദാനങ്ങളും അതുപോലെയുള്ള ആഘോഷ പരിപാടികളും നടക്കാറുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചര്യ റബീഉൽ അവ്വൽ മാസത്തിൽ എന്ന് മാത്രമല്ല, എല്ലാ മാസത്തിലെയും തിങ്കളാഴ്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാൻ പഠിപ്പിച്ചു. നോമ്പെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് നോമ്പ് തുറക്കുമ്പോൾ ആരൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നോമ്പ് തുറന്നവരുണ്ടോ അവർക്കൊക്കെ ഭക്ഷണം നൽകൽ നല്ല കാര്യം തന്നെയാണ്. നോമ്പുകാരനല്ലേ, അപ്പൊ അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് നല്ല കാര്യം, അതിന് വിരോധമൊന്നുമില്ല. അതേ സ്ഥാനത്ത് റബീഉൽ അവ്വൽ മാസമാണ്, നബിന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് ഞാൻ അതിൽ ആഘോഷിക്കുകയാണ് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു ആഘോഷത്തിന് രേഖയില്ല. മാത്രമല്ല, ആഘോഷം എന്ന് പറയുമ്പോ ആഘോഷിക്കാൻ നോമ്പില്ല. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആഘോഷ ദിനമാണോ അന്ന് നോമ്പ് ഹറാമാണ്. ഇസ്ലാമിൽ 2 ആഘോഷ ദിനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒന്ന് ബലിപെരുന്നാളും മറ്റൊന്ന് ഈദുൽ ഫിത്റുമാണ്. ആ 2 ദിവസങ്ങളെ സംബന്ധിച്ച് റസൂലുള്ള ആ ആഘോഷത്തെ പറ്റി പറഞ്ഞത് അയ്യാമു അഖിലിം വശുർബിൻ, ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്ന ദിവസമാണെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അപ്പോൾ പ്രവാചകന്റെ ജന്മദിനം എന്നുള്ളത് ആഘോഷിക്കാനുള്ളതാണ്. അന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണ വിതരണങ്ങളും ഘോഷയാത്രകളും പരിപാടികളുമാണ്. ഉച്ചക്ക് സുഭിക്ഷമായ ഭക്ഷണം എല്ലാവരും കൂടി കഴിക്കുന്ന പരിപാടികളുമാണ്. അങ്ങനെ ഒരു പരിപാടി അള്ളാഹുവിന്റെ റസൂലിന് അന്യമാണ്. നബി പഠിപ്പിച്ചത് അമലുകൾ അള്ളാഹുവിന്റെ ആത്മീയ ലോകത്തേക്ക് പ്രത്യേകം ഉയർത്തപ്പെടുന്ന ദിവസം തിങ്കളാഴ്ചയാണ്, പ്രവാചകന്റെ ജന്മദിനത്തിന്റെ അന്ന്. ആ ദിവസം സയ്യിദ് സാഹിബ് നോമ്പനുഷ്ഠിച്ചു എന്നാണ് പറഞ്ഞത് റബീഉൽ അവ്വലിൽ. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയിലും അവൻ നോമ്പനുഷ്ഠിക്കേണ്ടവനാണ്. ഭക്ഷണം വിതരണം എന്നുള്ളത് ഭക്ഷണമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ആളുകളെ ഗസ്റ്റുകളായി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഏത് കാലത്തും പുണ്യകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അതിനൊന്നും റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നാണോ? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുള്ള പറഞ്ഞത് മുഹറം 10 എന്നാണ്. അതുപോലെ നിരവധി പണ്ഡിതന്മാർ റബീഉൽ അവ്വലിൽ അല്ലെന്ന് പറഞ്ഞു വരുന്നുണ്ട്.
എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞ വളരെ വിപുലമായ പണ്ഡിത ചർച്ച നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള ഇബ്നു ബാത്തത്തുൽ മിസ്രിയുടെ ഖുത്ബയാണ് നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നിർവഹിക്കപ്പെടാറുള്ളത്. അറബിയിൽ വായിക്കുന്ന ആ ഖുത്ബയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഒന്നാമത്തെ ആ വെള്ളിയാഴ്ചയിലെ അറബി ഖുത്ബയിൽ കാണാം, സഹോദരങ്ങളെ, ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട മാസത്തിലാണ് നാം പങ്കെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുത്ബയിൽ ഒരു സങ്കടത്തിന്റെ കടലാണ് അവിടെ ഒഴിക്കപ്പെടുന്നത്. ഇബ്നു ബാത്തത്തുൽ മിസ്രി. അപ്പൊ ചുരുക്കി പറയട്ടെ, സെഡ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പണ്ഡിതനല്ല, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ചെറിയ ധാരണകൾ കിട്ടിയപ്പോൾ അദ്ദേഹം എന്തായാലും ആ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകന്റെ ജന്മദിനത്തിന് നോമ്പനിട്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നത് നോമ്പല്ല, നമ്മുടെ നാട്ടിൽ ആളുകൾ ഉച്ചക്ക് എല്ലാവരും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വിപുലമായ പ്രോഗ്രാമാണ് ഇന്ന് കാണുന്നത്. എന്നാൽ റസൂലുള്ള പറഞ്ഞിരിക്കുന്നത് റബീഉൽ അവ്വൽ 12 എന്നല്ല, തിങ്കളാഴ്ച ദിവസം എന്നാണ്. ആ തിങ്കളാഴ്ചയിൽ നോമ്പനുഷ്ഠിക്കുക. പ്രത്യേക അന്നദാനം എന്ന് പറഞ്ഞ ഒരു പരിപാടി അവിടെ നല്ലതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോ സേഠ് സാഹിബ് ഉണ്ടാക്കിയേക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരു പാണ്ഡിത്യമുള്ള വ്യക്തിയല്ല, പണ്ഡിതനല്ല. ഇമാം മാലിക്, ഇമാം ഷാഫിയുടെ ഗുരുനാഥനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, മൻ ഇബ്തദാ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസനത്തൻ ഫഖദ് സാമ അന്ന മുഹമ്മദൻ ഖാന റിസാല എന്ന. ഒരാൾ നല്ലതല്ലേ എന്ന നിലക്ക് ഒരു കാര്യം ഇസ്ലാമിൽ ഉണ്ടാക്കിയാൽ റസൂലുള്ള സമൂഹത്തെ വഞ്ചിച്ചു എന്നാണ് അവൻ പറയുന്നത്. കാരണം ഭക്ഷണം കൊടുക്കലല്ലേ നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു പരിപാടി റബീഉൽ അവ്വലിൽ മാത്രം പുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ നബി അത് നമ്മെ പഠിപ്പിക്കാതെ വഞ്ചിച്ചു എന്ന് പറയുന്ന ഒരു തെറ്റായ ഒരു മെസ്സേജ് ഇവിടെ നൽകുന്നു എന്നാണ്. അപ്പൊ ഏതായിരുന്നാലും ഇസ്ലാമിന്റെ രേഖകൾക്ക് വിപരീതമാണ് റബീഉൽ അവ്വലിൽ പ്രത്യേക ഭക്ഷണം ദാനം നൽകുക, റബീഉൽ അവ്വലിൽ പ്രത്യേക നോമ്പ് എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അനുഗുണമല്ല എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു അഅലം.